ഹലോ ഗായ്സ്, എല്ലാവർക്കും ഹാപ്പി ഉത്രാടം. ഇന്ന് ഉത്രാടമായിട്ട് എല്ലാവർക്കും എന്താ പരിപാടി? ഞങ്ങളിവിടെ നേരത്തെ നീച്ചു കേട്ടോ ഇന്ന്. പക്ഷേ ഇവിടെ നല്ല മഴയായിരുന്നു. രാവിലെ തന്നെ നല്ല മഴയുണ്ടായിരുന്നത്. ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് ഗായ്സ്. ഈ മരവും ഈ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ. പിന്നെ മുറ്റത്തൊക്കെ നല്ല വെള്ളമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. മഴയത്ത് നല്ല വെള്ളമായിരുന്നു, പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാതെ. പിന്നെ നല്ല വഴുക്കലൊക്കെയാണ്. പിന്നെ ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ആമ്പലുകളാണ്. അതിലെന്നും രാവിലെയും വൈകുന്നേരം ആമ്പൽ വരും ഗൈസ്. അതിൽ 2 മീനുകളുണ്ട്. നിങ്ങൾക്ക് കാണാനുണ്ടോ? സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. പിന്നെ അതിൽ നിറയെ ഇലകളും വേസ്റ്റൊക്കെ കിടക്കുന്നത് അത് ഇന്നലെ കാറ്റത്ത് വീണതാണ് കേട്ടോ ഗൈസ്. അതിന് ഞങ്ങൾ രാവിലെ അത് വൃത്തിയാക്കാറുണ്ട്. ഇന്ന് രാവിലെ കഴിച്ചത് പഴവും പപ്പടവും അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ അത് കഴിച്ചിട്ടാണ് തുടങ്ങിയത്. പിന്നെ ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഓണമില്ല കേട്ടോ, പൂക്കളൊന്നും ഇടാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അച്ചാറിന് നല്ല നാരങ്ങ ഇന്നലെ 2 അച്ഛൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് നേരെയാക്കിയിട്ട് ഞാനാണ് അച്ചാറിട്ടത്. അപ്പോൾ അത് വീഡിയോ എടുത്തു തരാൻ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് കേട്ടോ ഇത്ര ഒരു ക്ലാരിറ്റി കുറവും അത്ര നേരം മനസ്സിലാവാത്തതൊക്കെ. എല്ലാവരും ക്ഷമിക്കുക. അങ്ങനെ അടുക്കളയിൽ പാചകത്തിൻ്റെ തിരക്കിലാണ്, ഉത്രാട തിരക്കിലാണ് എല്ലാവരും. നിങ്ങൾക്ക് ഈ കത്തി കാണുമ്പോൾ എന്താ ഇങ്ങനെയും തോന്നുന്നുണ്ടാവും. ഞാനത് നാരങ്ങ മുറിക്കാനെടുത്തിട്ട് അത് പൊട്ടിപ്പോയി ഗൈസ്. അതാണ് ഈ കത്തി ഇങ്ങനെ ഇരിക്കുന്നത്. വേറെ ഒന്നും വിചാരിക്കണ്ട. പക്ഷെ നല്ല മൂർച്ചയൊക്കെ ഉള്ള കത്തി തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. എല്ലാവരുടെയും വീട്ടിൽ ഉത്രാടൊക്കെ ആയിട്ട് ഇന്ന് എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കി, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇപ്പോൾ ഇതിൽ കുക്കിങ്ങിൻ്റെ വീഡിയോ അത്ര ക്ലിയർ ആയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. കാരണം എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ അച്ചാർ, അവിയൽ അങ്ങനെയുള്ള കുറച്ച് വിഭവങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അല്ലാതെ കൂടുതലായിട്ട് ഞങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞങ്ങളതൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. പതുക്കെ അടുത്ത വീഡിയോസിലൊക്കെ ആ റെസിപ്പീസ് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അങ്ങനെ അവിയൽ, അച്ചാർ, സാമ്പാർ, അങ്ങനെ ഉപ്പേരി, പപ്പടം, ഇത്രയൊക്കെ തന്നെ ഗൈസ് ഞങ്ങൾ ഉണ്ടാക്കിയത് ഉത്രാടത്തിന്. നാളെ തിരുവോണത്തിന് കുറച്ചും കൂടി വിഭവങ്ങളായിട്ട് സദ്യ ഒരുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ഓണമായിട്ട് എന്തൊക്കെയാണ് ഗൈസ് പരിപാടികൾ? നിങ്ങൾ എവിടേക്കെങ്കിലുമൊക്കെ ടൂറ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടാവില്ലേ? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പേര് പറയണമെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേര് ദിൽന എന്നാണ് കേട്ടോ. പിന്നെ അത്രയ്ക്കുള്ളൂ വിശേഷങ്ങൾ. എല്ലാവരും പുതിയതായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഇത്രയും കുറഞ്ഞ ദിവസം കൊണ്ട് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്നതിന് നന്ദി. ഇനിയും തുടർന്നും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും.